ഇവിടെ വേദന അനുഭവിക്കുന്ന കണ്ണീർ ഒരു സ്ത്രീയുടെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അകത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള മാനദണ്ഡങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. ശ്രീമാൻ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മടിയിലിരുത്തി പീഡനത്തിന് പ്രോത്സാഹിപ്പിച്ചതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി അവസാനം വരെ പരിശ്രമിച്ച് ശ്രീമാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരുപാട് സ്ത്രീ പീഡകന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല, ഒരുപാട് മാങ്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇവിടെ വേദന അനുഭവിക്കുന്ന കണ്ണീർ ഒരു സ്ത്രീയുടെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അകത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള മാനദണ്ഡങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല. മാധ്യമത്തിലൂടെ ഇപ്പം ഇന്ന് വന്ന സമയത്ത് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അടിയന്തരമായി ഈ തെറ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശ്രീമാൻ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മടിയിലിരുത്തി പീഡനത്തിന് പ്രോത്സാഹിപ്പിച്ചതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി അവസാനം വരെ പരിശ്രമിച്ച് എന്നിട്ടൊടുവിൽ ഹരിചന്ദ്രനെ പോലെ അഭിനയിച്ച് ഞാൻ മാങ്കൂട്ടത്തിൻ്റെ കൂടെയല്ല എന്ന് പറഞ്ഞതുപോലെയാണ് കളിക്കാൻ തീരുമാനമെങ്കിൽ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് മനസ്സു നൊന്താൽ അവരോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയുടെ പരിവേഷമൊന്നും ഉണ്ടാകില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാലക്കാട് എസ് പിക്കാണ് പരാതി കൊടുത്തത്. പക്ഷേ ആ പരാതിയും മറ്റു നടപടികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്ത പരാതി, ഈ പരാതി പെൺകുട്ടി കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ഇദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ പാലക്കാടിൻ്റെ എസ് പിയെ ഒന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരാതി കൊടുത്ത് ഇത്ര സമയമായിട്ടും അവനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്ത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പോലീസ് അധികാരികൾ ഒരു പെൺകുട്ടിയെ മോശമായി നോക്കിയാൽ, ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ നിലനിൽക്കുന്ന നിയമപ്രകാരം അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പും നിയമവുമുള്ള ഈ കേരളത്തിൽ ഇവിടെ ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടാണ് പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഞാൻ അറിഞ്ഞത് ആ കുട്ടി ഇതിനു മുൻപും മാധ്യമ സുഹൃത്തുക്കൾ അറിയാതെ പോലീസ് അധികാരിയെ കണ്ടു എന്നാണ്. അത് ശരിയാണ് എങ്കിൽ ആ പോലീസ് അധികാരികളുടെ മുൻപിൽ സമര പോരാട്ടവുമായിട്ട് വരാൻ ഇവിടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. 10 വോട്ട് പിടിക്കലിനേക്കാൾ എനിക്കേറെ വലുതാണ് ഒരു പെൺകുട്ടിയുടെ മാനം. അതും ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് ഞാനിവിടെ ജീവനോടെയുള്ളപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറുപടി ഇവിടുത്തെ പോലീസ് അധികാരി പറയേണ്ടി വരും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റ് കേസിൻ്റെ മെറിറ്റുകളിലേക്ക് എനിക്ക് പോകാൻ സമയമായിട്ടില്ല. ഞാൻ ഇന്ന് ഈ നിമിഷം ഈ മാധ്യമത്തിലൂടെ ഈ വാർത്ത വരുന്ന സമയത്ത് ഞാൻ ശ്രീമാൻ സുരേഷ് ഗോപി സാറിനെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഗാനം ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം മലമ്പുഴയിലും പോയി പാലക്കാടും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് PMO ഓഫീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ആ പാട്ടിൻ്റെ ഇനാഗുറേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള വരുന്ന വഴിയിലാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. ഒരു കാര്യം എന്തായാലും ഉറപ്പായിട്ടുണ്ട്, ഒളിത്താവളങ്ങൾ പാലക്കാടുണ്ട്. ഒളിത്താവളങ്ങൾക്കകത്ത് മാങ്കൂട്ടങ്ങളുണ്ട്. ഈ ഒളിത്താവളങ്ങൾക്കകത്ത് സാധാരണക്കാരായ പാവപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയെ, കാരണം 2 നേതാക്കന്മാർ സ്ത്രീകളുടെ കണ്ണീര് കേരളത്തിൻ്റെ മണ്ണിൽ വീഴ്ത്തിയതിനു ശേഷം സുഖമായിട്ട് MLA-മാരായിരിക്കുന്ന ഒരു നാട്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെങ്കിലും ഇത് തീക്കളിയാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നാണമുണ്ടോ ഈ പ്രസ്ഥാനത്തിന്? നാണമുണ്ടോ നിങ്ങൾക്ക്? എന്താണ് കേരളം കാണുന്നത്? എന്താണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളം കേട്ടത്? ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ മാനസികമായി അപമാനിച്ചതിന് ശേഷം ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പ്രശ്നമുണ്ടാക്കരുത്, അദ്ദേഹം കൗൺസിലറാണ് എന്ന് പറഞ്ഞ പോലീസ് അധികാരി പാലക്കാട് ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ നിമിഷത്തിലാണ് അറിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും
തെരഞ്ഞെടുപ്പ് സമയം കുറച്ച് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞാൻ ഇവിടുത്തെ SP-യോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അടിയന്തരമായി ഈ വിഷയത്തിൽ നീതിന്യായ കോടതി അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ SP ഓഫീസിന്റെ മുന്നിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം നിർത്തിയിട്ട് എന്നെ പോലെയുള്ള ആളുകളെ വരുത്തരുത് എന്നുകൂടി സൂചന നൽകാൻ ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. പരാതിക്കാരി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഷാഫി പറമ്പിലിന്റെ ഒരു ആശാനാണ്, തന്റെ ആശാനാണ് പറഞ്ഞുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയതെന്നുള്ളത്. അത് വളരെ ഗൗരവമേറിയിട്ടുള്ള കാര്യമല്ല. ഈ ഷാഫിയുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് ഉൾപ്പെടെയാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം നിങ്ങൾ ഓരോരുത്തരും പറയുന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഒരു കാര്യം എനിക്കറിയാം, ശ്രീമാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരുപാട് സ്ത്രീ പീഡകന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കോഴിക്കോട് ജില്ലയിൽ മുൻ MLA ഇദ്ദേഹത്തെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇദ്ദേഹത്തിനെതിരെ പോലും ചെറുപ്പമായി, അതായത് കൗമാരപ്രായത്തിൽ നിൽക്കുന്നവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പുറത്തു വരാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കില്ല. കാരണം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള റോള് കൂടി ഉള്ള ഒരു സ്ത്രീ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത സമയത്ത് കടക്കാം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.